അതാ ദുൽഹജ്ജ് പിറക്കുന്നു. എല്ലാവരും ദുൽഹജ്ജ് 1 മുതൽ വൽ ഫജ്രി സൂറത്ത് എല്ലാ ദിവസവും ഓതണം. അദ്ദേഹം അതവിടെ വെച്ച് മഗ്രിബിന്റെ ശേഷം പറയാണ്. അതേപോലെ അദ്ദേഹം പറയാണ്, അതേ നമ്മൾ കന്നുകാലികളെ കണ്ടാൽ, പശു, ആട്, മാട്, ഒട്ടകം എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതേ അത് പോത്തോ ആടോ പശുവോ ഒട്ടകമോ അങ്ങനെയുള്ള ജീവികൾ, ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റാവുന്ന ജീവികൾ, നാൽക്കാലികൾ, അവകളെ കണ്ടാൽ അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലണം. അതൊരു പ്രത്യേക സുന്നത്താണ്. ഈ 10 ദിവസത്തിൽ നമുക്ക് നടപ്പാക്കാനുള്ള സുന്നത്താണ്. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലണം. അതേപോലെ അവകളുടെ ശബ്ദം കേട്ടാലും അങ്ങനെ ചൊല്ലൽ സുന്നത്താണെന്ന് ഫത്ഹുൽ മുഈനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ആട് കരയുന്നത് കേട്ടാൽ, ഒരു പശു ശബ്ദിക്കുന്നത് കേട്ടാൽ, അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയൽ പ്രത്യേകം ഈ 10 ദിവസത്തിൽ സുന്നത്താണ്. സലഫു സാലിഹീങ്ങളായ ആളുകൾ നടപ്പാക്കി വന്ന ഒരു സുന്നത്താണ്. ഈ 10 ദിവസങ്ങളിൽ സദഖ വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകം പുണ്യമാണ്. സാധാരണ ദിവസം സദഖ ചെയ്യുന്നത് പോലെയല്ല. നമുക്കറിയാലോ, റമദാൻ മാസത്തിൽ സദഖ ചെയ്യുന്നത് പ്രത്യേകം പുണ്യമാണ്. റമദാനിലെ അവസാനത്തെ 10 സദഖ ചെയ്യുന്നത് വളരെയേറെ പുണ്യമാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലും സദഖ ചെയ്യുന്നത് പ്രത്യേകം പുണ്യമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പല നാടുകളിലും പള്ളികളിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസം പല പിരിവുകളും നടക്കും. ചിലർക്കതൊരു ശല്യമാണ് എന്ന് തോന്നും. വാസ്തവത്തിൽ നമുക്ക് സ്വർഗത്ത് കിടക്കാനുള്ള വഴിയാണത്. ആ വെള്ളിയാഴ്ച ദിവസം ഒരു സദഖ ആരും ചോദിച്ചില്ല നമ്മൾ കൊടുക്കലുണ്ടാവില്ല. അപ്പൊ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ പിരിവിനെ വെറുക്കല്ല വേണ്ടത്, അതിന് സന്തോഷിക്കാണ് വേണ്ടത്. അൽഹംദുലില്ലാഹ്, എനിക്ക് സ്വർഗത്ത് കിടക്കാനുള്ള ഒരു വഴിയായല്ലോ, ഞാൻ ചോദിച്ചില്ലേ നമ്മളുടെ കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി ചിലർ ബക്കറ്റ് കാണിച്ച് വിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വേണ്ടി പിരിവെടുക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ വെള്ളിയാഴ്ച വേറെ എന്തെങ്കിലും പൊതുകാര്യങ്ങൾക്ക് മദ്രസക്കോ പള്ളിക്കോ ഒക്കെ പിരിവെടുക്കുന്നുണ്ടാവും. വെള്ളിയാഴ്ച ദിവസം സദഖക്ക് വളരെയേറെ പുണ്യമുള്ള ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച രാവും പകലും. ഇതുപോലെ ദുൽഹജ്ജ് 1 മുതൽ ഞാൻ പറയട്ടെ 10 വരെ എന്തായാലും, അല്ല 13 വരെ എന്തായാലും വളരെയേറെ പുണ്യം സദഖ ചെയ്യുന്നതിന് പുണ്യമുള്ള ദിനങ്ങളാണ് എന്ന് ഇമാമിങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ദുൽഹജ്ജ് മാസത്തിൽ ഖുർആൻ ഓതുക. ഞാൻ പറയട്ടെ, നാളെ മുതൽക്ക് തന്നെ, അല്ല ഇന്ന് മുതൽക്ക് തന്നെ നമുക്ക് എന്തുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച രാവിൽ അതുപോലെ വെള്ളിയാഴ്ച പകലിലും 3 പ്രാവശ്യമെങ്കിലും അൽ കഹ്ഫ് സൂറത്ത് ഓതണം എന്നാണല്ലോ കിതാബുകളിലൊക്കെ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഒരു പ്രാവശ്യം പോലും ഓതാത്തവരായി പോകുന്നത് നമുക്ക് പാരത്രിക ലോകത്തേക്ക് തീരെ സമ്പാദ്യമില്ലാതെയായി പോകുന്നു എന്നതിന്റെ ലക്ഷണമല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് വെള്ളിയാഴ്ച രാത്രി അതുപോലെ വെള്ളിയാഴ്ച പകലിലും നമ്മൾ അൽ കഹ്ഫ് ഓതിയാൽ മാത്രം പോരാ. അൽ കഹ്ഫ് ദുൽഹജ്ജ് മാസത്തിൽ വെള്ളിയാഴ്ച പകലിലും നമ്മൾ അൽ കഹ്ഫ് ഓതിയാൽ മാത്രം പോരാ, അൽ കഹ്ഫ് ഓതണം. അതിന്റെ പുറമെ പരിശുദ്ധ ഖുർആൻ എത്രത്തോളം ഓതാൻ കഴിയുമോ ദുൽഹജ്ജ് മാസത്തിൽ പരമാവധി നമ്മൾ ഖുർആൻ ഓതണം. ഖുർആൻ ഓത്ത് വെറും റമദാനിലേക്ക് മാത്രമുള്ള ഒരു പരിപാടിയല്ല, എപ്പോഴും ചെയ്യേണ്ട ഒരു സൽക്കർമ്മമാണ് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദുൽഹജ്ജ് മാസത്തിൽ ഖുർആൻ ഓതുക എന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച രാവിലും പകലിലും വളരെ പുണ്യമേറിയ ഒരു അമലാണ്. അല്ല, ജീവിതത്തിൽ തന്നെ ഏറ്റവും പുണ്യമേറിയ ഒരു അമലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്ത്. എല്ലാവരും എഴുന്നേറ്റ് 3 സലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരുന്നോളൂ സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കണം, മഴ പെയ്യുന്നു. മഴ പെയ്യുക എന്നതൊരു നിഅമത്താണ്, ഒരു റഹ്മത്താണ്.
അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി എന്ന് പറഞ്ഞ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം മഴയാണ്. അതായത് അള്ളാഹുവിന്റെ റഹ്മത്തായ മഴ അത് അള്ളാഹു തആല അയക്കുന്നതിന് മുമ്പ് കാറ്റിനെ അയക്കാറുണ്ടെന്നാണ് ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് ചോദിച്ചു, മറ്റൊരാളെ സംബന്ധിച്ചൊരു സംശയം ചോദിച്ചത് എന്താണ്? ഒരു വ്യക്തി, ആ വ്യക്തി പറയുന്നു, എനിക്ക് നരകത്തിന് പേടിയില്ല, സ്വർഗത്തിന് ആഗ്രഹവുമില്ലെന്ന് പറയുന്നു. അദ്ദേഹം ചിലപ്പോൾ പറയുന്നു, എനിക്ക് അള്ളാനെയും പേടിയില്ല എന്ന് പറയും. അദ്ദേഹം പറയുന്നു, റഹ്മത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ഓടിക്കളയും. അദ്ദേഹം ചിലപ്പോൾ പറയുന്നു, എനിക്ക് ഫിത്ന വലിയ ഇഷ്ടമാണ്, ഫിത്ന വലിയ ഇഷ്ടമാണെന്ന് പറയുന്നു. ചിലപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ റുകൂഉം സുജൂദുമില്ലാതെ നിസ്കരിക്കുമെന്ന് പറയുന്നു. ചിലപ്പോൾ അദ്ദേഹം പറയുന്നു, ജൂതന്മാര് പറഞ്ഞത് ശരിയാണ്, ക്രിസ്ത്യാനികൾ പറഞ്ഞത് ശരിയാണ്, ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ച് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട്, അഭിപ്രായം നമ്മളാർക്കും പറയേണ്ടതുണ്ടോ? നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ തോന്നൂലേ, അയാൾ വളരെ മോശക്കാരനാണ് എന്നൊക്കെ പറയാൻ തോന്നൂലേ? പക്ഷേ ഒരാളെ പറ്റി മോശമാണോ നല്ലതാണോ ഒക്കെ പറയേണ്ട ആലിമീങ്ങളാണ്. നമ്മളങ്ങനെ തീരുമാനം പറയാൻ പറ്റൂല. ആലിമീങ്ങൾക്ക് മാത്രമേ ഒരു വിഷയത്തെ സംബന്ധിച്ച് അപഗ്രഥിച്ച് പഠിച്ച് വിലയിരുത്തി പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം ഏതുദ്ദേശത്തിലാണ് അതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള പാണ്ഡിത്യം വേണം. ഉദ്ദേശം മനസ്സിലാക്കാതെ ഒരാളുടെ വാക്കിന്റെ ബാഹ്യാർത്ഥം മാത്രം നോക്കി നമ്മൾ വിധി പറയാൻ പാടില്ല. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ നിന്റെ ഏർപ്പാട് എന്നെ കുറ്റം പറയലാണ്. നീ സാധാരണയായി എന്നെ ചീത്ത പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. ഞാൻ അതിന്റെ ശരിയായ മറുപടി പറഞ്ഞു തന്നാൽ നീ ആ കുറ്റം പറയുന്നത് നിർത്തുവോ എന്ന് ചോദിച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, ശരിയായ മറുപടി എന്നാൽ ഞാൻ നിർത്തിക്കോളാം. സുബ്ഹാനല്ലാഹ്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അയാൾ കുറ്റം പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയുണ്ടൊന്നല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ലാഭമല്ലേ? ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ നമുക്കൊണ്ട് ലാഭമല്ലേ ഉണ്ടാവുക? അയാളെ നിസ്കാരം നമുക്ക് കിട്ടും, നോമ്പ് നമുക്ക് കിട്ടും, അയാളെ ഖുർആൻ ഓതി നമുക്ക് കിട്ടും, അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മൊക്കെ നമുക്ക് കിട്ടൂലേ? അതുകൊണ്ടല്ലേ ചില മഹാന്മാര് പറഞ്ഞ്, ഞാൻ ഒരാളെയും കുറ്റം പറയൂല, ആരെ ഗീബത്തും ഞാൻ പറയൂല, അഥവാ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഉമ്മാന്റെ അതേ പറയുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഉമ്മാന്റെ ഗീബത്താ പറയും? പറയേണ്ടിയിട്ട് പറഞ്ഞല്ല, ഞാനെ പറഞ്ഞതിന്റെ അർത്ഥം അഥവാ എന്റെ നിസ്കാരം നോമ്പല പോകുന്നുണ്ടെ ഉമ്മാക്ക് പോയിക്കോട്ടെ, പുറത്തു കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ നമ്മൾ ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊന്നും വരൂല, നമുക്കതുകൊണ്ട് കാര്യം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴും കുറ്റം പറയുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ ഒരു കൊട്ടയിൽ അദ്ദേഹത്തിന് കാരക്ക കൊടുത്തയച്ചു. ആ കാരക്ക കൊടുത്തയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആഖിറത്തിലേക്ക് സമ്പാദിച്ച പലതും എന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നതായി ഞാൻ അറിയുന്നു, എനിക്ക് സംഭാവന തരുന്നതായി ഞാൻ അറിയുന്നു, എന്തെങ്കിലും ഞാൻ അങ്ങോട്ടും തരണ്ടേന്ന് വിചാരിച്ച് ഞാൻ ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ചതാണ് ഈ ഈത്തപ്പഴം, അതൊരു കൊട്ടങ്ങൾക്ക് അങ്ങോട്ടും തരാന്ന് വിചാരിച്ച, കാരണം ധാരാളം ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ, ആഖിറത്തിലേക്കുള്ളത് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ കുറ്റം പറയാന്നുള്ളത് കേൾക്കുമ്പോഴേക്കാരും ബേജാറാണ്ടൊന്നുമില്ല. കുറ്റം പറഞ്ഞ് കിട്ടിയാൽ നമുക്ക് ലാഭമാണ്. അത് നമ്മളെ മനസ്സിലുണ്ടായാലോ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതുമില്ല, അള്ളാഹുവിനെ മാത്രമേ നമുക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെടണം. നബി സല്ലല്ലാഹു മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അതേ, ഇന്നക ലാ തഖദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും, എല്ലാവരെയും തൃപ്തിപ്പെടുത്താനൊന്നും നിന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ഫാസിലി മാ ബൈനക വ ബൈനല്ലാഹ്, അള്ളാഹുവിന്റെയും നിന്റെയും ഇടക്കുള്ള വിഷയം നീ നന്നാക്കി വെക്കണം. സുമ്മ ലാ തുബാലി ബിന്നാസ്, പിന്നെ ജനങ്ങളെ നീ വകവെക്കണ്ട. ജനങ്ങളിൽ ചിലർ നിന്നെ പുകഴ്ത്തി അങ്ങനെ പൊക്കി പറയുന്നവരുണ്ടാവും, കേട്ടിട്ട് ഞാൻ വലിയ ആളാന്നൊന്നും വിചാരിക്കണ്ട. അതേപോലെ ജനങ്ങളിൽ ചിലർ നിന്നെ കുറ്റം പറയുന്നവരുണ്ടാവും, കേൾക്കുമ്പോൾ നിന്റെ മനസ്സിന് വിഷമവും വേണ്ട. കാരണം ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, ദുനിയാവ് കൊടുക്കുന്നവനും ആഖിറം കൊടുക്കുന്നവനും അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയറായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ കുറ്റം പറയുന്നത് നിർത്തുവോ? ഞാൻ ശരിയായ മറുപടി തന്നാൽ അതേ നിർത്താന്ന് പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഒരു വലിയ മഹാനാണ്. നിങ്ങൾ ഈ കുഴപ്പമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അദ്ദേഹം ഒരു വലിയ മഹാനാണ്. അതെന്തേ? അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്താണ്? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം നരകത്തിനെ പേടിക്കുന്നില്ല എന്നാ. നരകത്തിന് എന്ത് പേടിക്കാനാ? നരകം തന്നെ അള്ളാഹിന്റെ സൃഷ്ടിയല്ലേ, സൃഷ്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അള്ളാഹു ഉദ്ദേശിക്കാതെ
അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു സൃഷ്ടിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നരകത്തിനെ അല്ലല്ലോ ഭയപ്പെടേണ്ടത്, ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയല്ലേ. അതാണ് അദ്ദേഹം നരകത്തിനെ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം നരകത്തിനെ അല്ല പേടിക്കുന്നത്, അള്ളാഹുവിനെയാണ് ഭയപ്പെടുന്നത്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് അദ്ദേഹത്തിന് സ്വർഗത്തിന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞല്ലോ. സ്വർഗല്ലല്ലോ ആഗ്രഹിക്കേണ്ടത്, അള്ളാഹുവിന്റെ തൃപ്തിയല്ലേ ആഗ്രഹിക്കേണ്ടത്. പടച്ചവന്റെ പൊരുത്തല്ലേ കിട്ടേണ്ടത്, സ്വർഗത്തിന് വേണ്ടിയാണോ? അല്ല, സ്വർഗം കിട്ടിക്കോട്ടെ. അതേസമയം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അവൻ എന്താണോ തരുന്നത് അത് സ്വീകരിക്കാൻ സന്നദ്ധനാണെന്ന നിലക്ക് അള്ളാഹുവിലേക്കാണ് നമ്മുടെ ഖൽബ് തിരിയേണ്ടത്, സ്വർഗമെന്ന സൃഷ്ടിയിലേക്കല്ല. അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അതിന് അദ്ദേഹം ചിലപ്പോ പടച്ചോനെയും പേടിയില്ല എന്ന് പറയുന്നില്ലേ, അത് നീ വിചാരിച്ച അർത്ഥത്തിലല്ല. ആ പറഞ്ഞതിനർത്ഥം അല്ലാഹു തആല പറഞ്ഞില്ലേ, അല്ലാഹു തആല അടിമയെ ഒരാളെയും തെല്ലും ആക്രമിക്കുന്നവനല്ല. അല്ലാഹു ആരെയും ആക്രമിക്കൂല. ആക്രമിക്കാത്തവൻ എന്ത് പേടിക്കാനാ? ആക്രമിക്കുന്നവനല്ലേ പേടിക്കല്. അല്ലാഹു ആക്രമിക്കുന്നവനല്ല, അവൻ കാരുണ്യം ചെയ്യുന്നവനാണ്. അവനെ ഭയപ്പെടുകയല്ലോ, അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയല്ലേ വേണ്ടത്. ഏതുപോലെ ഒരു കുട്ടി പഴയ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അതൊന്നുമില്ല. അതായത് പണ്ട് കാലത്തൊക്കെ മദ്രസയിലും സ്കൂളൊക്കെ ചെന്നാൽ ചിലപ്പോ കുട്ടികളെ അടിക്കുന്ന അധ്യാപകന്മാരുണ്ടായിരുന്നു. ഇപ്പൊ അത് അടിക്കേണ്ട പൂതിയേ ഉണ്ടാവുള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പോലീസ് സ്റ്റേഷനിലെത്തും. അതുകൊണ്ട് ഇപ്പൊ ആരും അടിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ അടി, പരിക്കൊന്നും പറ്റാത്ത ചെറിയ അടി കുട്ടികളെ അവരുടെ ഡിസിപ്ലിൻ ക്ലിയർ ആക്കാൻ വേണ്ടി, അച്ചടക്കം നിർവഹിക്കാൻ വേണ്ടി, അവർക്ക് പഠിക്കാൻ വേണ്ടി പ്രചോദനം നൽകാൻ വേണ്ടി സ്നേഹത്തിന്റെ ചില അടി, അല്ലാതെ വെറുപ്പിന്റെ അടിയല്ല, അതവ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ചെറിയ അടി ചില കുട്ടികളെ പഴയ കാലത്തൊക്കെ ഗുരുനാഥന്മാരെ അടിച്ചിരുന്നു, മാതാപിതാക്കളും അടിച്ചിരുന്നു. മാതാപിതാക്കൾ അടിച്ചാലും ഇപ്പം കുഴപ്പം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ പാപ്പാനെ പിടിച്ചു കൊണ്ടുപോകും, ഉമ്മാനെയും പിടിച്ചു കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കാലമാണിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അടിക്കും അങ്ങനെയുള്ള ഒരു ഗുരുനാഥൻ, ആ ഗുരുനാഥന്റെ അടുക്കലേക്ക് ഒരു ചെറിയ വടിയും മുറിച്ചിട്ട് ഒരു കുട്ടി സ്കൂളിലേക്ക് പോവാൻ. അപ്പൊ ഒരാൾ ചോദിച്ചു, മോനെ ഇതെന്തിനാ സ്കൂളിൽ പോകുമ്പോൾ വടി, പുസ്തകം പോരെ, ബുക്ക് ഉണ്ടായാ പോരെ? ഈ കുട്ടി പറഞ്ഞു, അത് ഉസ്താദിന് അല്ലെ ഗുരുനാഥന് മാഷ്ക്ക് കൊടുക്കാനാണ്. മാഷ്ക്ക് എന്തിനാ വടി? അത് അടിക്കാനാണ്. അപ്പൊ നിന്നെ അടിക്കൂലേ? എനിക്ക് മാഷ പേടിയില്ല. അതിനെ കുട്ടി, എനിക്ക് മാഷ പേടിയില്ല. അപ്പൊ അതെന്താണ് പേടിയില്ലാത്തതിന്റെ? കാരണം എന്റെ മാഷ് ആക്രമിക്കൂല, ഞാൻ എല്ലാം കൃത്യമായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ എന്റെ മാസ്റ്റർ ഒരിക്കലും അടിക്കൂല. ഞാൻ കൃത്യമായി അറ്റൻഡ് ഉണ്ടാവും, ഒരു ദിവസവും എന്റെ ഹാജറില്ലാതെ ഉണ്ടാവില്ല. അപ്പൊ എന്റെ മാഷ് എന്നെ അടിക്കൂല. ഞാൻ ഒരു കുട്ടിയെയും മാന്തിപ്പറിക്കൂല, ചീത്ത വിളിക്കൂല, കൊഞ്ഞനം കാട്ടൂല, അനാവശ്യമൊന്നും പറയൂല. ഞാൻ എല്ലാവരോടും വളരെ അച്ചടക്കത്തിൽ സൽസ്വഭാവത്തിൽ പെരുമാറുന്ന കുട്ടിയാണ്. അതുകൊണ്ട് എന്റെ മാസ്റ്റർ എന്നൊന്നും ചെയ്യൂല, ആ മാസ്റ്റർ വെറുതെ ഒന്നും ചെയ്യൂല. അതുകൊണ്ട് എനിക്ക് മാസ്റ്റർ പേടിയില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാ. ഇതുപോലെ അള്ളാഹുവിന്റെ മഹാന്മാരായ ചില അടിമകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ചതൊക്കെ അവരെടുത്തവരായിരിക്കും, അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിക്കുന്നവരായിരിക്കും. അവർക്ക് മനസ്സിൽ ഒരല്പവും അഹങ്കാരമില്ല, ഞാനൊരു വലിയവനാണെന്ന് തോന്നലില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, ചീത്ത വിളിച്ചവനോടുമില്ല, കല്ലെറിഞ്ഞവനോടുമില്ല. എല്ലാവരും നന്നാകണം എന്ന ആഗ്രഹം മാത്രം. അങ്ങനെ വളരെ നല്ല മനസ്സോടുകൂടി അള്ളാഹുവിനെ അങ്ങേയറ്റം പ്രിയം വെച്ച്, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം പ്രിയം വെച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ചതെന്താണോ അത് അക്ഷരം പ്രതി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോ അള്ളാഹു ആക്രമിക്കൂലല്ലോ. വമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്, അതേ അങ്ങയുടെ റബ്ബ് അല്പവും ആക്രമിക്കൂല എന്നല്ലേ ഖുർആൻ പറഞ്ഞ്. പിന്നെ എന്ത് പേടിക്കാനാ? അള്ളാഹു എനിക്ക് സമ്മാനം തരൂന്നല്ലാതെ പേടിക്കേണ്ടതില്ലല്ലോ. ആ അർത്ഥത്തിലാണ് പേടില്ല എന്നല്ല, അല്ലാതെ അള്ളാഹിനെ പേടിക്കാതെ കള്ളും കുടിച്ച് നടക്കൂന്നല്ല, അള്ളാഹുവിനെ പേടിക്കാതെ ലഹരി ഉപയോഗിക്കുമെന്നല്ല, അള്ളാഹുവിനെ പേടിക്കാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്നല്ല, അള്ളാഹുവിനെ പേടിക്കാതെ അന്യപെണ്ണിനെ മുഖത്ത് നോക്കുമെന്നല്ല. അപ്പറഞ്ഞർത്ഥം അള്ളാഹുവിൻ പൂർണ്ണമായി ലയിച്ച് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നതിനാൽ പടച്ചവൻ എന്നെ ശിക്ഷിക്കുകയല്ലോ രക്ഷിക്കുകയാണല്ലോ ചെയ്യുക എന്ന വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നീട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന് പറഞ്ഞൊരു കുഴപ്പമാണ് നിങ്ങൾ എന്ത് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ അയാൾ ഓടിക്കളിയൂന്ന് പറഞ്ഞു. ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ഖുർആനിൽ പറഞ്ഞ റഹ്മത്താണ്. അതാണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ മഴ പെയ്യാണ്,
മഴയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതാണ് വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി. അല്ലാഹുവിന്റെ റഹ്മത്തിന് മുമ്പ് അല്ലാഹു കാറ്റിനെ അയക്കും. ഇത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മഴയാണ്. ആ മഴ അതാണ് അയാൾ പറഞ്ഞത്, അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ഓടിക്കളിയും. നമ്മളെല്ലാം അങ്ങനെ തന്നെയല്ലേ, മഴ പെയ്യുമ്പോൾ ഓടിയിട്ട് എവിടെങ്കിലും കയറിയിരിക്കല്ലേ ചെയ്യുക. അതാണ് റഹ്മത്ത് ഇറങ്ങുമ്പോൾ ഓടിക്കളിയൂ എന്ന് പറഞ്ഞത്. അതിന് അയാൾ ഫിത്തിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഖുർആൻ പറഞ്ഞൊരു ഫിത്തിനെയാണ്. അതെന്താണ്? ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ് എന്ന് ഖുർആനിലുണ്ട്. അതെ, അതൊരു പരീക്ഷണമാണ്. നമ്മുടെ സമ്പത്തിന് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. സമ്പത്ത് ദൂർത്തടിക്കുന്നുണ്ടോ? അള്ളാഹിന്റെ പരീക്ഷണമാണ്. അനാവശ്യത്തിന് ചെലവഴിക്കുന്നുണ്ടോ? റബ്ബിന്റെ പരീക്ഷണമാണ്. ആ പണം കൊണ്ട് അതാ നീ മദ്യപാനിയാകുന്നുണ്ടോ? ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? മയക്കുമരുന്നുകാരനാകുന്നുണ്ടോ? അന്യപെണ്ണിനെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? നീ എന്തെല്ലാം ആ പണം കൊണ്ട് ചെയ്യുന്നു എന്ന് റബ്ബിന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് നിന്റെ സമ്പത്തും നിന്റെ സന്താനങ്ങളും പരീക്ഷണമാണ് എന്നർത്ഥത്തിൽ ഖുർആൻ ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫിത്നയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഫിത്നനെ ഇഷ്ടമാണ് തന്നെ, എന്റെ മക്കളോട് എനിക്ക് ഇഷ്ടമാണ്, എന്റെ സ്വത്തിനോടും എനിക്ക് ഇഷ്ടമാണ് എന്നാ പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല കാര്യത്തിനെ ചെലവഴിക്കണ്ടു, നന്നാക്കിയിട്ടേ കുട്ടികളെ വളർത്തണ്ടു എന്നല്ലേ ഉള്ളൂ. അതാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞൊരു കുഴപ്പം, അദ്ദേഹം റുകൂഉം സുജൂദും ഇല്ലാതെ നിസ്കരിക്കുന്നതാണ്. ശരിയാണ്, അയാൾ മയ്യിത്ത് നിസ്കരിക്കാറുണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മയ്യിത്ത് നിസ്കാരത്തിന് റുകൂഉം സുജൂദും ഇല്ലല്ലോ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പറഞ്ഞതിനർത്ഥം യുസല്ലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സലാത്തിയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെയോ, പിന്നെ അദ്ദേഹം ജൂതന്മാരെ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികൾ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞില്ലേ, അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ശൈ വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ശൈ. ജൂതന്മാര് പറഞ്ഞു ക്രിസ്ത്യാനികൾ ശരിയായ മാർഗത്തിലല്ല, ജൂതന്മാര് ശരിയായ മാർഗത്തിലല്ല. നമ്മുടെ സെലഫികളെ കാണുന്നില്ലേ, 8 വിഭാഗമായി പിരിഞ്ഞിട്ട് ഓരോരുത്തൻ പറഞ്ഞു മറ്റോ മുശ്രിക്കാണ്. അപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാന്ത്, എല്ലാരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പേച്ചവരാണ്. നമുക്ക് വേണേൽ പറയാം എല്ലാവരും പറഞ്ഞത് ശരിയാന്ന് പറയാം, കാരണം എല്ലാവരും പേച്ചാണല്ലോ. അതുപോലെ ജൂതന്മാര് പറയുന്ന നസ്രാനികൾ പേച്ചവരാണ്, അവര് ശരിയില്ല. വഖാലത്തിൻ നസാറ, നസാറാക്കൾ ക്രിസ്ത്യാനികൾ പറയുന്നു ലൈസത്തിൽ യഹൂദു അലാ ശൈ, യഹൂദികൾ ശരിയായ മാർഗത്തിൽ പേച്ചവരാണ്. ഇയാൾ പറഞ്ഞു രണ്ടൂട്ടർ പറഞ്ഞു ശരിയാണ്, അതിന് രണ്ടും ശരിയില്ല. അതാണ് പറഞ്ഞത്, അല്ലാതെ അവരുടെ ആശയങ്ങളൊക്കെ ശരിയാണ് എന്നല്ല. ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ ചോദ്യകർത്താവ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നെറ്റി പിടിച്ച് ചുംബിച്ച് തിരിച്ചുപോയി എന്നാണ് ചരിത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഴ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. മഴ പെയ്യുന്ന സമയം ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതോടുകൂടി വെള്ളിയാഴ്ച രാവും കൂടിയായാലോ, അതോടുകൂടി ദുൽഹജ്ജ് 10 രാത്രിയും കൂടിയായാലോ, നമ്മുടെ ഈ രാത്രി വലിയ പുണ്യമുള്ള പരിഗണനീയമായ ഒരു രാത്രിയാണ്. അള്ളാഹു നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ.